ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. എൻ്റെ വീടിനടുത്തൊക്കെ തന്നെയാണ് നമ്മളിന്ന് അവിടെ പോയത്. വേലുത്തമ്പി ദളവയുടെ സ്മാരകവും പിന്നെ അതിനകത്ത് കുറച്ച് പുരാവസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീടിനടുത്താണെങ്കിലും ഞാൻ ഇതുവരെയും പോയിട്ടില്ലായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സംഭവങ്ങളൊന്നും കാണാനില്ലെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ കയറിക്കഴിഞ്ഞപ്പം കുറച്ച് സംഭവങ്ങളെ ഉള്ളെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഒരിടത്ത് നോക്കാതെ ഇങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു. അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അത് ചിത്രവധക്കൂടാണ് കേട്ടോ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സാധനമാണ് ഈ വാളും പരിചയം. എൻ്റെ ഒരു അറിവില്ലായ്മ അവിടെ വെച്ച് തിരുത്തപ്പെടുകയാണ് ചെയ്തത്. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഇതിന് ഇത്ര വെയിറ്റ് ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ എന്ത് വെയിറ്റാണ് അതിന്! ഞാൻ അതിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. പിന്നെ പണ്ടത്തെ കുറച്ച് ശിക്ഷാരീതികളുടെ പെയിൻറ്റിങ്ങും കുറച്ച് വീടുകളുടെയൊക്കെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ പൊതുജന ഭവനം അങ്ങനത്തെ ഒരു കാറ്റഗറി പെടുന്ന കുറച്ച് സംഭവങ്ങളുടെ പെയിൻറ്റിങ്. ഇത് പിന്നെ പണ്ടത്തെ കുറേ ഉപകരണങ്ങൾ, പാത്രങ്ങൾ ഒക്കെയാണ്. ഈ ചിലങ്കയൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് നോക്കിക്കേ. അതുപോലെ ഓരോ കാര്യങ്ങൾ ഇതിൽ ചിലതൊക്കെ ഞാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മമാരുള്ള വീട്ടിൽ ഈ ചില ഐറ്റംസൊക്കെ ഇപ്പോഴും ഉണ്ടാവും. കാരണം എൻ്റെ അമ്മൂമ്മയുടെ കൈ ഇവിടെ ഉണ്ടായിരുന്ന ചില ഐറ്റംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മ മരിക്കാൻ നേരം അത് അമ്മയ്ക്കും എൻ്റെ അമ്മാമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇടങ്ങഴി ഇതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇടങ്ങഴി അരിയെന്ന് മാത്രം കേട്ടിട്ടുണ്ട്. അത് കുന്തമാണ്. കുന്തവും ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് ഗ്രന്ഥപ്പെട്ടി. ഈ ഗ്രന്ഥപ്പെട്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റിയില്ല. കാരണം കുറേ ലാംഗ്വേജ് മിക്സ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. കൂടുതലും തമിഴും മലയാളമാണ് കേട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിൻ്റെ സകല ഫോഴ്സുകളെ ഡിഫീറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ തിരിച്ചൊരു യുദ്ധത്തിന് വേലുത്തമ്പി ദളവയ്ക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മണ്ണടിയിലേക്ക് എത്തിയത്. എന്നാൽ മണ്ണടിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് താൻ മരണം വരിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ട് അദ്ദേഹം സ്വയം വാളെടുത്ത് കുത്തി മരിക്കുകയാണ് ചെയ്തത്. അതും ഒരു വീരമൃത്യുവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തന്നെയും തൻ്റെ രാജ്യത്തെ ജനങ്ങളെയും ഇത്രയും ദ്രോഹിച്ച ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ട് തനിക്ക് മരണം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ ബ്രിട്ടീഷുകാർ വീണ്ടും ഉപദ്രവിക്കുകയുണ്ടായി. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്ഥലത്തെ ആരോ ദളവാ റോഡെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു, അത് ആരമ്മ ദളവ, എന്തിനാ നമ്മുടെ സ്ഥലത്തെ ദളവാ റോഡെന്ന് പറയുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.